വെള്ളത്തിനടിയിലായി സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം. തിരുവനന്തപുരം ജില്ലയെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചിട്ടും പലയിടത്തും കൂറ്റൻ മാലിന്യ കൂമ്പാരങ്ങൾ അടിയുകയാണ്. തിരുവനന്തപുരം ആനയറയിലെ ഊളൻകുഴിയിലെ മാർക്കറ്റിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് നഗരസഭയുടെ അറിവോടെ എന്നാണ് വിമർശനം. ഹരിതകർമ്മസേനയുടെ മാലിന്യ നിക്ഷേപത്തിൽ പ്രദേശവാസികൾ പൊറുതിമുട്ടുമ്പോഴും തിരുവനന്തപുരം നഗരസഭ നടപടിയെടുക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. സംസ്ഥാനത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കാൻ കാണിച്ച ആവേശം പിന്നീടത് തുടരുന്നതിൽ കാണുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് തലസ്ഥാനത്ത് നിന്നുള്ള ഈ കാഴ്ച. സ്ഥലം തിരുവനന്തപുരം ആനയറ ഊളൻകുഴിയിലെ മാർക്കറ്റ്. നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റാണിത്, അതും ജനവാസ മേഖലയിൽ. ഇനി കാര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ 6 മാസത്തിലധികമായി മാർക്കറ്റിന് പകരം ഇവിടെ കാണാനാകുന്നത് ദുർഗന്ധം നിറഞ്ഞ മാലിന്യക്കെട്ടുകളാണ്. വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും എത്തിക്കുന്ന മാലിന്യം ഹരിതകർമ്മസേന സൂക്ഷിക്കുന്നതാകട്ടെ ഇവിടുത്തെ മാർക്കറ്റ് ബിൽഡിങ്ങിൽ. ശേഷമുള്ള അവസ്ഥ പ്രദേശവാസികൾ പറയും. തുണി നനച്ചിടാൻ ഒക്കില്ല. ഞങ്ങൾക്ക് രാവിലെ ഇറങ്ങുമ്പോൾ പൂച്ച കടിച്ചതും പട്ടി കടിച്ചതായിട്ടുള്ള അവശിഷ്ടങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതെല്ലാം ഞങ്ങളെടുത്ത് വേറെ കൊണ്ടുവന്ന് പെരയിടത്തിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ് ഞങ്ങളെ ജോലി. പിന്നെ നാറ്റം, മഴ പെയ്ത ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല. രാത്രി പട്ടി ശല്യം, ഇതൊക്കെയാണ്. പന്തിൽ ചാടി പട്ടികൾ അകത്ത് കയറുന്നുണ്ട്. വേസ്റ്റുകൾ രാവിലെ ഞങ്ങൾക്ക് അത് തൂത്തുവാരുകയാണ് ജോലി. ദിവസവും രാവിലെ എണീറ്റ് നമ്മൾ വേസ്റ്റുകളാണ് കാണുന്നത്. കാരണം പൂച്ചയിലൊക്കെ ഓരോന്നായിട്ട് കടിച്ചു കൊണ്ടുവന്ന് മുറ്റത്തിടുന്നത്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി തന്നെ. രാത്രികളിൽ തെരുവുനായകളുടെ ശല്യം, കൂടാതെ കാക്കയും മറ്റും മാലിന്യം കൊത്തിവലിച്ചെറിയുന്നത് വേറെ. പാമ്പും പെരിച്ചാഴിയും സ്ഥിരം താമസക്കാർ. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് സമീപവാസികൾ. വളം കൊണ്ട് വയ്ക്കാനാണെന്ന് പറഞ്ഞാൽ വളം കൊണ്ട് വയ്ക്കാനാണ് കണ്ടത്. പിന്നെ കണ്ടത് അത്രയും ഇങ്ങനെ വാരി വാരി കൊണ്ടങ്ങിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ പെരിച്ചാഴിയുണ്ട്, മൂർക്കനുണ്ട്, അതിൽ ചേരയുണ്ട്. ഞങ്ങൾ നടയിൽ കൂടെയാണ് കയറി പുറത്ത് പോകുന്നത്. ചന്തയായാലും ഒരു വൃത്തി വേണ്ടേ? വൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. അതെല്ലാം ഈ പൂച്ചയൊക്കെ ചത്ത് കൊണ്ട് ഇവിടെ കിടക്കും. പട്ടി കടിച്ചതുകൊണ്ട് അങ്ങോട്ട് വരും. ഈ മഴ പെയ്താൽ, ഇപ്പോഴത്തെ മഴ അറിയാലോ, മഴ പെയ്താൽ അത്രയും അങ്ങ് നടയിൽ കൂടെ വരും. നമ്മൾ ആ നടയിൽ കൂടെ തന്നെ അത്രയും പോണത്. അപ്പം അത് ബുദ്ധിമുട്ട് തന്നെയാണ്. മാർക്കറ്റ് ആരംഭിച്ചപ്പോഴുണ്ടായിരുന്ന സൗകര്യങ്ങൾ ഇപ്പോഴില്ല. പരാതിപ്പെട്ടിട്ട് പരിഹാരവുമില്ലെന്ന് ഇവർ പറയുന്നു. ചന്തയായിട്ടിരുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഉള്ള മാർക്കറ്റിൽ ഉള്ള അവിടെ ഇവിടെ നാട്ടിൽ കിടന്ന എല്ലാ ചവറെല്ലാം ഇവിടെയാണ് കൊണ്ടുവന്ന് ഇടുന്നത്. പക്ഷേ അവർ കൊണ്ടുവന്ന് ഇടുമ്പോൾ ഒരു ലോഡ് ഫുള്ള കൊണ്ടുവരുമ്പോൾ ഒരു ലോഡ് പോവും. പക്ഷേ എന്ത് ചെയ്യാനാണ്? പക്ഷേ ഞങ്ങൾക്കാണത് ബുദ്ധിമുട്ട്. നാറ്റം കൊണ്ട് സഹിക്കാൻ പറ്റില്ല. പട്ടി പൂച്ച എല്ലാം ബഹളങ്ങളാണ്. രാത്രിയായ മനുഷ്യന് സമയം കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, പട്ടികളുടെ കുരയിൽ. ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നമാണ്. പക്ഷേ നാട്ടിൽ പ്രശ്നത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതിനകത്ത് എല്ലാം സ്ഥലം കൊടുത്തിരിക്കുന്നതാണ്. നമ്മളിതാണ് മാർക്കറ്റിന് ഇങ്ങനെ വേണ്ടിയിട്ടല്ല നമ്മൾ സ്ഥലം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെ മാതിരിയല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് പല പ്രാവശ്യം ഇവിടുത്തെ കൗൺസിലറും അവരുമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അവർക്ക് വേറെ ആക്ഷൻ ഇല്ല. അവർ ഇന്ന് ചെയ്തു തരാം, നാളെ ചെയ്തു തരാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കൊട്ടി ആഘോഷിച്ച് നടത്തിയ മാലിന്യമുക്ത നവകേരളം പദ്ധതി ഇങ്ങനെയെങ്കിൽ പലയിടത്തും ഇത്തരം കൂനകൾ താമസിയാതെ ഉയരും. അതിന്റെ തുടക്കമാണ് തലസ്ഥാനത്തെ ഈ കാഴ്ച. തിരുവനന്തപുരം ഉൾപ്പെടെ സംസ്ഥാനത്തെ പല ജില്ലകളും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ്. അപ്പോഴും തലസ്ഥാന നഗരിയിൽ ഇങ്ങനെയും ചില മാലിന്യ കൂമ്പാരങ്ങളുണ്ട്. ആ മാലിന്യ കൂമ്പാരത്തിന് ഉത്തരം നൽകേണ്ടത് തിരുവനന്തപുരം നഗരസഭയാണ്. ആരാണ് ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഇവിടെ ഇത്രയധികം കൂട്ടിയത്? എന്തിനാണ് ഈ നാട്ടുകാർക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇതാണോ സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത കേരളം? ക്യാമറാമാൻ വിജയം സായിക്കൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.